ഹലോ, എൻ്റെ പേര് നിരുപമ. ഞാൻ IIM Indore IPM പ്രോഗ്രാമിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് IPMAT എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ, ഈ ഒരു എക്സാമിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം 2-3 മാസം ക്രാഷ് കോഴ്സ് കൊണ്ട് ഈ എക്സാം ക്ലിയർ ചെയ്ത് വന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഒരു സേഫർ സോണിലാവാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ചും കൂടി നേരത്തെ ഇതിന് മുൻകൂട്ടി കണ്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതാണ് നല്ലത്. ആൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ വെക്കുക. അതിനോട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഒരിക്കലും ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മളത് പിന്നെ നോക്കില്ല. സോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളത് എന്നാൽ അത്ര ഈസി അല്ലാത്ത ഒരു ഷെഡ്യൂൾ, ഒരു ടാർഗറ്റ് വെക്കുക. ആൻഡ് അതിനനുസരിച്ച് അത് അച്ചീവ് ചെയ്യാനായിട്ട് പഠിക്കുക. ആൻഡ് പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മോഡലൊക്കെ നോക്കി ഒരുപാട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. അത് മാക്സിമം ചെയ്യണം. ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അറിയില്ല ലൈക്ക് എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഫേസ് ചെയ്യാൻ, നമുക്ക് എവിടെയെങ്കിലും ചെറിയ കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് ഒക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്യുന്നതാവും. ഇപ്പം ഫിസിക്കലായിട്ട് ഓഫ്ലൈൻ ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ എൻറോൾ ചെയ്താൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, അവിടുത്തെ വേറെ സ്റ്റുഡൻസുമായിട്ട് എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാം. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ പൊസിഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. അവിടുന്ന് നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് ഉയരാനായിട്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അപ്പോൾ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മോക്ക് ടെസ്റ്റും ടൈം ലിമിറ്റ് വെച്ച് ചെയ്യുക. ആൻഡ് അതിന് നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കണം. ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ശരിക്കും എക്സാം എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് അതുപോലെ തന്നെ എഴുതുക. ആൻഡ് ഓരോ എക്സാം കഴിഞ്ഞിട്ടും നമ്മളത് ഓരോ സെക്ഷൻ വൈസ് നമ്മളത് നോക്കുക, എവിടെയാണ് തെറ്റ് പറ്റിയത്. ആൻഡ് അത് ഇനി അടുത്ത പ്രാവശ്യം ഈ എക്സാം എഴുതുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു തെറ്റ് പറ്റാതിരിക്കാനും നമ്മൾ നന്നായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് നോക്കുക. ആൻഡ് എക്സാമിന്റെ പല സാഹചര്യത്തിലും ചിലപ്പോൾ മോക്ക് ടെസ്റ്റിൽ നമുക്ക് റാങ്ക് കുറഞ്ഞു പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിലുള്ള സിലബസിലുള്ള ചില കൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ചുറ്റും ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന പിയേഴ്സിന്റെ കൂടെ നമ്മളത് കുറച്ച് പിറകിലാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അതൊന്നും നമ്മൾ അഫക്ട് ചെയ്യാതെ നോക്കണം. സ്റ്റേ പോസിറ്റീവ്. ആൻഡ് പിന്നെ എപ്പോഴും ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ സംസാരിക്കാനും നമ്മുടെ വറീസ് പറയാനും ഇതിനൊക്കെ പറ്റി അറിയുന്ന നല്ല അറിവുള്ള ഒരാളുണ്ടാവും. സോ അതൊക്കെ വളരെ നല്ല അഡ്വാൻറ്റേജസ് ആണ്. ആൻഡ് പിന്നെ എക്സാം പാറ്റേൺ, സിലബസ്, അതൊക്കെ ശരിക്കും അതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട് നോക്കുക. എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, എങ്ങനെ ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് വരിക. അപ്പോൾ നമ്മളിപ്പോ എക്സാമിന് വരുന്ന ഒരു ലെവൽ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഹാർഡായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. എക്സാമിന് വരുന്ന എങ്ങനെയാണോ അങ്ങനെ പഠിക്കാൻ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സാം സിലബസും എക്സാം പാറ്റേണും അതൊക്കെ വളരെ ഫെമിലറൈസ് ആവുന്നത് അത്യാവശ്യമാണ്. ആൻഡ് പിന്നെ മാത്സും ലോജിക്കൽ റീസണിങ് സ്കിൽസ് അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതാണ് ഓൾമോസ്റ്റ് 60% ഓഫ് ദി എക്സാമും ഐക്കോൺസ് ആണ്. സോ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോകണം. നമുക്ക് കുറച്ച് വീക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ആൻഡ് പിന്നെ എക്സാമിന്റെ സമയത്തും എക്സാമിന്റെ മുന്നേ നമ്മൾ കോൺഫിഡൻസ് കൈവിടരുത്. ആൻഡ് സ്റ്റേ കാം. അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് റെഗുലർ ആയിട്ട് ഒരു ഷെഡ്യൂൾ വെച്ച് അതിൽ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി പഠിച്ചാൽ എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് IPMAT. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.